Hi everyone, I am Rishma C, Assistant Professor, Department of Civil Engineering, SNIT, Adur. Today, we are going to deal with a continuation of numericals in analysis of prestressed beams, which comes under 6th module of CE 304, Design of Concrete Structures 2 for 6th semester KTU Civil Engineering branch. In the previous class, we dealt with the simple numericals in the analysis of prestressed beams. A rectangular beam of cross-section 200 mm by 300 mm, so the width is 200 mm and the depth is 300 mm, prestressed by 15 numbers of 5 mm dia bars located at 65 mm from the bottom of beam. So, at a distance of 65 mm from the bottom, there are 15 number of bars of 5 mm dia and 3 number of 5 mm dia bars located at 25 mm from the top of beam. So in total there are 15 plus 3, 18 numbers of 5 mm dia bars. Assume stress in steel as 840 MPa. Calculate stresses at extreme fiber of mid-span when the beam is supporting a live load of 6 kN per meter in addition to its self-weight. In addition to its self-weight എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് വെയ്റ്റ് എക്സ്ട്രാ ആയിട്ട് കണ്ടുപിടിക്കണം. ഇൻക്ലൂഡിങ് ദ സെൽഫ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് സെൽഫ് വെയ്റ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരത്തില്ല. ദ സ്പാൻ ഈസ് 6 മീറ്റർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫിഗർ വരയ്ക്കണം. സോ വി ആർ ഗിവൺ a beam of cross section 200 mm by 300 mm prestressed by 15 number of 5 mm dia bars located at 65 mm from the bottom of beam. So ഏറ്റവും ബോട്ടത്തിൽ നിന്നും 65 mm മാറി 15 number of bars, diameter 5 mm. അതുപോലെ തന്നെ ടോപ്പിൽ നിന്നും 25 mm മാറി 3 number of bars of 5 mm dia. ഇനി എന്താ തന്നിരിക്കുന്നത്? ഈ ബാറിൻ്റെ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഈ പ്രീ സ്ട്രെസ്സിങ് ചെയ്യുന്ന ടെൻഡൻ്റെ അതായത് സ്റ്റീലിൻ്റെ സ്ട്രെസ് തന്നിട്ടുണ്ട് 840 MPa. കാൽക്കുലേറ്റ് സ്ട്രെസ്സസ് അറ്റ് എക്സ്ട്രീം ഫൈബർ ഓഫ് മിഡ് സ്പാൻ. എക്സ്ട്രീം ഫൈബർ എന്ന് പറയുമ്പോൾ ടോപ്പ് ഫൈബറിലേയും കണ്ടുപിടിക്കണം, ബോട്ടം ഫൈബറിലേയും കണ്ടുപിടിക്കണം. രണ്ടിനുള്ള ഇക്വേഷൻസ് നമുക്ക് അറിയാം. When the beam is supporting a live load of 6 kN per meter in addition to self weight, span is 6 meter. അപ്പോൾ സ്ട്രെസ്സസ് അറ്റ് എക്സ്ട്രീം ഫൈബർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഫോർമുലാസ് അറിയാം. പക്ഷെ നമ്മുടെ കയ്യിൽ രണ്ട് കേസസ് ഉണ്ട്, കേസ് എ ആൻഡ് കേസ് ബി. കേസ് എ കോൺസെൻട്രിക് ടെൻഡൻ്റെയും കേസ് ബി എക്സെൻട്രിക് ടെൻഡൻ്റെയും ആണല്ലോ. ഇവിടെ ബോട്ടത്തിലുള്ള നമ്പർ ഓഫ് ബാർസും ടോപ്പിലുള്ള നമ്പർ ഓഫ് ബാർസും തന്നെ വ്യത്യാസമുണ്ട്. എങ്ങനെ വന്നാലും ഇവിടെ എക്സെൻട്രിസിറ്റി ഉണ്ടാവും. സോ ദിസ് വിൽ ബി അണ്ടർ കേസ് ബി, അതായത് എക്സെൻട്രിക് ടെൻഡൻ്റെ കേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി എക്സെൻട്രിസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 300 mm ഡെപ്ത് ഉള്ള ബീമാണ്. അപ്പം ഈ 300 mm ഡെപ്ത് ഉള്ള ബീമിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കും? 150 mm ഇതിൻ്റെ സെൻറ്റർ, ഈ കോൺക്രീറ്റിൻ്റെ. അപ്പം CGC, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 150 mm ആയിരിക്കും. ഈ സ്റ്റീലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് സ്റ്റീലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കൂടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ ഗീവ്സ് വാട്ട്? എക്സെൻട്രിസിറ്റി. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് നമുക്കറിയാം 300/2, 150 mm ആണെന്ന് നമുക്കറിയാം. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദ ഫോർമുല A1y1 plus A2y2 divided by A1 plus A2, which is equal to A1 എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് സ്റ്റീൽ അറ്റ് ദി ബോട്ടം. ബോട്ടത്തിൽ 15 നമ്പർ ഓഫ് ബാർസ് ഉണ്ട്, 5 mm ഡയമീറ്റർ ആണ്. അപ്പം 15 × π/4 × 5 സ്ക്വയർ ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടത്തിൽ നിന്നും ഈ പറഞ്ഞ ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, വിച്ച് ഇസ് 65, പ്ലസ് A2 എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പിലുള്ള ബാറിൻ്റെ ഏരിയ, ദറ്റ് ഇസ് 3 × π/4 × 5 സ്ക്വയർ ഇൻറ്റു y2. നമ്മൾ
ബോട്ടമാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ബോട്ടത്തിൽ നിന്നും ഈ ബാറിൻ്റെ സെൻറ്റർ വരെ വിച്ച് ഇസ് 300 മൈനസ് 25. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും വിച്ച് ഇസ് 275 ഡിവൈഡഡ് ബൈ A1 വിച്ച് ഇസ് 15 ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് A2 വിച്ച് ഇസ് 3 ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു 5 സ്ക്വയർ. ടുഗെദർ ചെയ്യുമ്പോൾ നമുക്ക് 100 mm കിട്ടും. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന ബോട്ടത്തിൽ നിന്നും 100 mm. അങ്ങനെയാണെങ്കിൽ എക്സെൻട്രിസിറ്റി എത്രയായിരിക്കും? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് മൈനസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സെൻട്രിസിറ്റി കിട്ടും. ദാറ്റ് ഈസ് 150 മൈനസ് 100 ഇസ് ഈക്വൽ ടു 50 mm ഇസ് ദ എക്സെൻട്രിസിറ്റി. ഇനി നമ്മൾ യൂഷ്വലി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ പ്രോപ്പർട്ടീസ് ഓഫ് സെക്ഷൻ ഏരിയ നമുക്ക് ക്വസ്റ്റ്യനിൽ വിഡ്ത്തും ഡെപ്തും തന്നിട്ടുണ്ട്. സോ ബി ഇൻറ്റു ഡി ചെയ്യുമ്പം ഏരിയ 6 ഇൻറ്റു 10⁴ mm² എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? സെക്ഷൻ മോഡുലസ് വേണം. സെക്ഷൻ മോഡുലസ് വിൽ ബി BD² ഡിവൈഡ് ബൈ 6 ഫോർ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ബി അറിയാം, ഡി അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 10⁻⁶ mm³. എക്സെൻട്രിസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു 50 mm. ഇനി സെൽഫ് വെയ്റ്റ് പെർ മീറ്റർ. ക്വസ്റ്റ്യനിൽ നമുക്ക് ലൈവ് ലോഡ് ഇൻ അഡീഷൻ ടു സെൽഫ് വെയ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെൽഫ് വെയ്റ്റ് കണ്ടുപിടിക്കണം. സെൽഫ് വെയ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 24 ഇൻറ്റു BD. 24 ഇൻറ്റു B എന്ന് പറയുന്നത് 200 mm അല്ലെങ്കിൽ 0.2 മീറ്റർ, ഡി എന്ന് പറയുന്നത് 300 അല്ലെങ്കിൽ 0.3 മീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.44 kN/m എന്ന് കിട്ടും. അപ്പോൾ ഡെഡ് ലോഡ് കിട്ടി. ഡെഡ് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ഡെഡ് ലോഡ് കൊണ്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. WL²/8. എപ്പോഴും WL²/8 അല്ല, ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ആയതുകൊണ്ടാണ് WL²/8 എടുത്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6.48 kN/m എന്ന് കിട്ടും. ഇനി ലൈവ് ലോഡ് കൊണ്ടുള്ള മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? WL²/8. ഡബ്ല്യുവിന് വരെ ലൈവ് ലോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 6 ആണ്. 6 ഇൻറ്റു L² ഡിവൈഡ് ബൈ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 27 kN/m. ഇനി പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റിന് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റിനിൽ മറ്റൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. എന്താ? സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് 840 MPa or 840 N/m². വാട്ട് ഇസ് സ്ട്രെസ്? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ അതിൽ നിന്ന് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് വയേഴ്സ്. സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ട് 840 N/m² ഇൻറ്റു ഏരിയ ഓഫ് വയേഴ്സ്. ബോട്ടത്തിൽ 15 ഉണ്ട്, ടോപ്പിൽ 3 നമ്പർ ഉണ്ട്. അപ്പോൾ ടുഗെദർ 18 നമ്പർ ഓഫ് ബാർസ് ഉണ്ട്. അതിൻ്റെ ഡയമീറ്റർ 5 ആണ്. അപ്പോൾ 18 ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു 5 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി നമുക്ക് ഇത് കിട്ടും. ഇനി എക്സെൻട്രിക് ടെൻഡൻ്റെ കേസിൽ നെറ്റ് സ്ട്രെസ് ഇൻ ടോപ്പ് ഫൈബർ ആൻഡ് ബോട്ടം ഫൈബർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P/A വേണം. സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി PE/Z വേണം. സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് മൊമെൻറ്റ് വേണം. സ്ട്രെസ് ഡ്യൂ ടു ലൈവ് ലോഡ് മൊമെൻറ്റ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡയറക്റ്റ് കംപ്രസീവ് ഫോഴ്സ് P/A, ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് P/A ഇസ് ഈക്വൽ ടു പി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. ഏരിയ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4.948 N/m² എന്ന് കിട്ടും. സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി PE/Z. പി നമുക്കറിയാം. ഈ നമ്മൾ 50 mm എന്ന് കണ്ടുപിടിച്ചിരുന്നു. സെക്ഷൻ മോഡുലസ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4.948 N/m² എന്ന് കിട്ടും. സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് മൊമെൻറ്റ് ഇസ് MD/Z. MD നമ്മൾ സ്റ്റെപ്പ് 2 കണ്ടുപിടിച്ചു. സെക്ഷൻ മോഡുലസും കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.16 N/m² എന്ന് കിട്ടും. സ്ട്രെസ് ഡ്യൂ ടു ലൈവ് ലോഡ് മൊമെൻറ്റും നമുക്കതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. 9 N/m² എന്ന് കിട്ടും. ഇനി സ്ട്രെസ് ഇൻ ടോപ്പ് ഫൈബറിൻ്റെ ഫോർമുല എഴുതുക. എക്സെൻട്രിക് ടെൻഡൻ്റെ കേസിലെ സ്ട്രെസ് ഇൻ ടോപ്പ് ഫൈബറിൻ്റെ ഫോർമുല എഴുതുക. P/A മൈനസ് PE/Z പ്ലസ് MD/Z പ്ലസ് ML/Z. P/A കണ്ടുപിടിച്ചു, PE/Z കണ്ടുപിടിച്ചു, MD/ZB കണ്ടുപിടിച്ചു, MD/Z കണ്ടുപിടിച്ചു, ML/Z കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11.16 N/m² എന്ന് കിട്ടും. സിമിലർലി സ്ട്രെസ് ഇൻ ബോട്ടം ഫൈബർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർമുല നമുക്കറിയാം. P/A പ്ലസ് PE/Z മൈനസ് MD/Z മൈനസ് ML/Z. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1.264 N/m² എന്ന് കിട്ടി. അതായത് ടോപ്പ് ഫൈബറിൽ കംപ്രഷനും ബോട്ടം ഫൈബറിൽ ടെൻഷനും ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ദിസ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം.
Now let's see another one. A rectangular pre-stressed beam 300 mm by 700 mm. Width 300 ആണ്, depth 700 ആണ്. Size is pre-stressed with a force of 700 kN. ഇവിടെ നമുക്ക് pre-stressing force P തന്നിട്ടുണ്ട് 700 kN. At an eccentricity of 150 mm. Eccentricityയും direct ആയിട്ട് തന്നിട്ടുണ്ട്. Determine the stress distribution of the beam at midspan section at transfer of pre-stress and at final stage. രണ്ട് സ്റ്റേജസിലുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫക്റ്റീവ് സ്പാൻ ഇസ് 9 മീറ്റർ ആൻഡ് ദ സൂപ്പർ ഇമ്പോസ് ലോഡ് അല്ലെങ്കിൽ ലൈവ് ലോഡ് ഇസ് 12 kN per meter. അസ്യൂം ലോസ് ഓഫ് പ്രീ സ്ട്രെസ് as 20%. അതായത് ഈ 20% ലൂസ് നമുക്ക് തരുന്നത് പ്രീ സ്ട്രെസ്സിങ് കൊടുത്തു കഴിയുമ്പോൾ, അതായത് ഫൈനൽ സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ലോസ് ഓഫ് പ്രീ സ്ട്രെസ്സും കൂടെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സീ വിത്ത് ദ പ്രോബ്ലം. ക്വസ്റ്റ്യനിൽ നമുക്കൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഡ്ത്ത് 300 തന്നിട്ടുണ്ട്, ഡെപ്ത് 700 തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ള എക്സെൻട്രിസിറ്റി, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് 150 mm എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എക്സെൻട്രിസിറ്റി തന്ന സ്ഥിതിക്ക് നമുക്കിനി എന്തിലോട്ട് പോവാം? പ്രോപ്പർട്ടീസ് ഓഫ് സെക്ഷൻ കണ്ടുപിടിക്കാം. ഏരിയ എന്ന് പറയുന്നത് ബിയും ഡിയും തന്നിട്ടുണ്ട്. 300 × 700 which is 21 × 10⁴ mm². സെക്ഷൻ മോഡുലസ് റെക്ടാങ്കുലർ സെക്ഷൻ ആകുമ്പോൾ BD²/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 24.5 × 10⁶ mm³. സെൽഫ് വെയ്റ്റ് ഓഫ് ദ ബീം പെർ യൂണിറ്റ് ലെങ്ത് which is 24 BD, 24 × ബിയും ഡിയും മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5.04 kN/m എന്ന് കിട്ടും. ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് എന്ന് പറയുന്നത് WD × L²/8 ആണ്. WD എന്ന് പറയുന്നത് 5.04 നമ്മളിവിടെ കണ്ടുപിടിച്ചു ഇൻറ്റു span²/8 which is 51.03 kN/m. Now the bending moment due to external load or the live load ML is equal to WL × L²/8. WL ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 12 kN/m ആണെന്ന്. സ്പാനും ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 9 മീറ്റർ ആണെന്ന്. സോ 12 × 9² divided by 8 which is 121.5 kN/m. ക്വസ്റ്റ്യനിൽ രണ്ട് സ്റ്റേജസിലെയും സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ട് സ്റ്റേജിലെയും ടോപ്പ് ഫൈബറിലെയും ബോട്ടം ഫൈബറിലെയും സ്ട്രെസ്സസ് ഒക്കെ കണ്ടുപിടിച്ച് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ, അനാലിസിസ് ഓഫ് സ്ട്രെസ്സസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ്. ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിനെ നമ്മൾ P0 എന്ന് നൊട്ടേറ്റ് ചെയ്തു. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 700 kN ആണെന്ന്. ഇനി നമ്മുടെ ഫോർമുലയിൽ വരുന്ന P/A ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അത് P0/A ആവും. P0 എന്ന് പറയുന്നത് 700 kN ന്യൂട്ടൺ ഇൻറ്റു 1000 ചെയ്യുക ഡിവൈഡഡ് ബൈ എ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.33 Nm² എന്ന് കിട്ടും. പോസിറ്റീവ് വാല്യൂ ആണ്, സോ കംപ്രസീവ്. അടുത്തത് എക്സെൻട്രിസിറ്റി തന്ന സ്ഥിതിക്ക് സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഉണ്ടാവും. അപ്പം P0 × E/Z. P0 എന്ന് പറയുന്നത് 700 × 1000 ചെയ്യുമ്പോൾ ന്യൂട്ടൺ ആവും. എക്സെൻട്രിസിറ്റി 150 mm ആണെന്നറിയാം. Z നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4.286 Nm² എന്ന് കിട്ടും. എക്സെൻട്രിക് ടെൻഡൻ്റെ കേസിൽ ടോപ്പിൽ ടെൻഷനും ബോട്ടത്തിൽ കംപ്രഷനുമാണ്. സോ ടെൻഷൻ കംപ്രഷൻ. സ്ട്രെസ് ഡ്യൂ ടു സെൽഫ് വെയ്റ്റ്, അതായത് ഡെഡ് ലോഡ് മൊമെൻ്റ് കൊണ്ടുള്ള സ്ട്രെസ്, ദാറ്റ് ഈസ് MD/Z. MD നമ്മൾ കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡിവൈഡഡ് ബൈ Z ചെയ്യുമ്പോൾ 2.08 Nm² എന്ന് കിട്ടും. അതുപോലെ തന്നെ സ്ട്രെസ് ഡ്യൂ ടു ML/Z. ML നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചായിരുന്നു, ഇസഡും കണ്ടുപിടിച്ചായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4.96 Nm/mm² എന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ എക്സെൻട്രിക് ടെൻഡൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാം. ഇത് നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ബീമാണ് 300/700. ഇത് നമ്മുടെ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് P/A. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ P0/A ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട്. ഇനി എക്സെൻട്രിസിറ്റി കൊണ്ടുള്ള സ്ട്രെസ് P0E/Z. ടോപ്പിൽ ടെൻഷൻ, ബോട്ടത്തിൽ കംപ്രഷൻ. ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് കിട്ടി. ആ വാല്യൂസാണ് ഇവിടെ ഇരിക്കുന്നത്. P0/Aക്ക് 3.33, P0E/Zന് 4.286. അതുപോലെ തന്നെ സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് മൊമെൻറ്റ് MD/Z 2.08 Nm/mm².
അനാലിസിസ് ഓഫ് സ്ട്രെസ്സസ് അറ്റ് ഇനിഷ്യൽ സ്റ്റേജാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് സ്ട്രെസ് അറ്റ് ഇനിഷ്യൽ സ്റ്റേജ് ചെയ്യുമ്പോൾ ഡെഡ് ലോഡ് മൊമെൻറ്റ് കൊണ്ടുള്ള സ്ട്രെസ്സ് വരെ മതി. ലൈവ് ലോഡ് മൊമെൻറ്റിൻ്റെ സ്ട്രെസ് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ട്? ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഉണ്ട്, സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് മൊമെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ സം ആയിരിക്കും റിസൾട്ടൻറ്റ് മൊമെൻറ്റ്. അപ്പം ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ എന്തൊക്കെയുണ്ടാവും? P0/A മൈനസ് P0E/Z പ്ലസ് MD/Z. അതുപോലെ ബോട്ടം ഫൈബറിൽ എന്തൊക്കെയുണ്ട്? P0/A പ്ലസ് P0E/Z മൈനസ് MD/Z. അപ്പം ടോപ്പ് ഫൈബറിലെയും ബോട്ടം ഫൈബറിലെയും ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ ഈ ഫിഗർ വരച്ചിട്ടില്ല, കാരണം വാല്യൂസ് അറിഞ്ഞാലേ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഫിഗർ വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ടോപ്പിലെയും ബോട്ടത്തിലെയും ഫോർമുലാസ് വരെ ആയിട്ടുള്ളൂ. ഇനി നെറ്റ് സ്ട്രെസ് ഓൺ ടോപ്പ് ഫൈബർ ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. P0/A മൈനസ് P0E/Z പ്ലസ് MD/Z. എല്ലാത്തിൻ്റെയും വാല്യൂസ് നമുക്കറിയാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.124 Nm/mm² എന്ന് കിട്ടും. അപ്പോൾ ഇത് പ്ലസ് വാല്യൂ ആണ്, കംപ്രസീവ് ആണ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇങ്ങോട്ടേക്ക് പ്ലസ് വാല്യൂയിലോട്ട് പോവുക. ഈ പോയിന്റിൽ ഇതിൻ്റെ വാല്യൂ 1.124. ഇനി നെറ്റ് സ്ട്രെസ് ഓൺ ബോട്ടം ഫൈബർ എത്രയായിരിക്കും? P0/A പ്ലസ് P0E/Z മൈനസ് MD/Z. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5.536 Nm/mm². ഇതും കംപ്രസീവ് ആണ്. അപ്പം ഈ ലൈനിൽ നിന്ന് പോസിറ്റീവ് സൈഡിലോട്ട് പോവുക. 5.536 1.124 വലുതാക്കി വേണം വരയ്ക്കാൻ, എന്നിട്ട് ജോയിൻ ചെയ്യുക. ഇതാണ് നെറ്റ് സ്ട്രെസ് ഡയഗ്രാം. സോ ദിസ് ഇസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ്. ഇപ്പം ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? അനാലിസിസ് ഓഫ് സ്ട്രെസ് അറ്റ് ദ ഫൈനൽ സ്റ്റേജും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അനാലിസിസ് ഓഫ് സ്ട്രെസ് അറ്റ് ദ ഫൈനൽ സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സാധനം കൂടെ തന്നിട്ടുണ്ട്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് 20% ആണെന്ന്. അപ്പോൾ ഇനിഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P0 എന്ന് പറയുന്നത് 700 kN ആയിരുന്നു. അപ്പോൾ ഫൈനൽ സ്റ്റേജിലോട്ട് വരുമ്പം ഫൈനൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഇനിഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൽ നിന്നും 20% നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോഴേ ഫൈനൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആവത്തുള്ളൂ. സോ ഫൈനൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മൈനസ് 20% ഓഫ് ദ ഇനിഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ദാറ്റ് ഇസ് 700 മൈനസ് 20% ഓഫ് 700 വിച്ച് ഇസ് 560 kN. ഇതാണ് ഫൈനൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ദാറ്റ് ഇസ് ദ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആഫ്റ്റർ ഓൾ ദി ലോസസ്. അത് 560 kN ആണ്. ഇനി ഈ 560 kN വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ഡ്യൂ ടു ഫൈനൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P/A. P നമുക്കറിയാം, A നമ്മൾ കണ്ടുപിടിച്ചാണ്. അപ്പം 2.67 Nm/mm² കംപ്രസീവ് എന്ന് കിട്ടും. ഇനി സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി PE/Z. ശ്രദ്ധിക്കണം, P0 അല്ല, PE/Z ആണ്. P നമുക്കറിയാം, E നമ്മൾ കണ്ടുപിടിച്ചാണ്, Z നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.428 Nm/mm². ടോപ്പിൽ ടെൻഷനാണ്, ബോട്ടത്തിൽ കംപ്രഷനാണ്. ഇതൊക്കെ നമ്മൾ അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ് ബീമിൻ്റെ അകത്ത് പഠിച്ചതാണ്. നെക്സ്റ്റ് സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് മൊമെൻറ്റ് MD/Z ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടത്. അതുപോലെ തന്നെ സ്ട്രെസ് ഡ്യൂ ടു ലൈവ് ലോഡ് ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ സ്ട്രെസ് ഡ്യൂ ടു ലൈവ് ലോഡ് മൊമെൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. വിച്ച് ഇസ് 4.96 Nm/mm² കംപ്രസീവ് അറ്റ് ദ ടോപ്പ് ആൻഡ് ടെൻസൈൽ അറ്റ് ദ ബോട്ടം. അപ്പം ഇനിഷ്യൽ സ്റ്റേജിൻ്റെ അനാലിസിസ് ചെയ്യുമ്പം എന്തൊക്കെ എടുക്കണം? ഡയറക്റ്റ് സ്ട്രെസ് എടുക്കണം, സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി എടുക്കണം, സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് മൊമെൻറ്റ് എടുക്കണം. ഫൈനൽ സ്റ്റേജിൻ്റെ അനാലിസിസ് വരുമ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് എടുക്കണം, സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി എടുക്കണം, സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് മൊമെൻറ്റ് എടുക്കണം, സ്ട്രെസ് ഡ്യൂ ടു ലൈവ് ലോഡ് മൊമെൻറ്റ് എടുക്കണം. So this is the cross section of our beam, 300 mm by 700 mm, eccentricity 150 mm. This is the stress distribution, direct compressive stress distribution, which is P/A. Value നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞായിരുന്നു. This is the stress distribution corresponding to eccentricity, which is PE/Z. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. It is tensile at the top and compressive at the bottom. This is the stress distribution due to dead load moment, and this is the stress distribution due to live load moment. എല്ലാത്തിൻ്റെയും വേണം ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ. റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്തായിരിക്കും? ദിസ് P/A. ടോപ്പിലാണെങ്കിൽ റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് P/A മൈനസ് PE/Z പ്ലസ് MD/Z പ്ലസ് ML/Z. എങ്ങനെയാണ് പ്ലസ് മൈനസ് നോക്കുന്നത്? ടെൻസൈൽ ആണെങ്കിൽ മൈനസ്, കംപ്രസീവ് ആണെങ്കിൽ പ്ലസ്. അപ്പോൾ ടോപ്പ് മോസ്റ്റ് ഫൈബറിൻ്റെ ഫോർമുല നമുക്ക് അറിയാം. അതുപോലെ ബോട്ടം മോസ്റ്റ് ഫൈബറിൻ്റെ ഫോർമുല എത്രയായിരിക്കും? പ്ലസ് P/A പ്ലസ് PE/Z മൈനസ് MD/Z മൈനസ് ML/Z.
എല്ലാത്തിൻ്റെ വാല്യൂസ് നമുക്കറിയാം. ഇനി ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെറ്റ് സ്ട്രെസ് ഓൺ ടോപ്പ് ഫൈബർ നമുക്ക് 6.282 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ പോസിറ്റീവ് ആണ്, കംപ്രസീവ് വാല്യൂ. നെറ്റ് സ്ട്രെസ് ഓൺ ബോട്ടം ഫൈബർ നമുക്ക് 0.942 വിച്ച് ഇസ് നമുക്ക് കിട്ടുന്ന -0.942 എന്നാണ്. അതായത് മൈനസ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ടെൻസൈൽ ഇൻ നേച്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ 6.282 പ്ലസ് ആണ്, അപ്പോൾ റൈറ്റിലോട്ട് 6.282. ബോട്ടം മോസ്റ്റ് ഫൈബറിലോ -0.942. അപ്പം ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് 0.942 വരയ്ക്കണം. എന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യണം. ദിസ് ഇസ് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡയഗ്രാം. മുകളിൽ കംപ്രഷൻ, താഴെ ടെൻഷൻ. സോ ഒന്നുകൂടെയും പറയാം. ഇനിഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് P/A എടുക്കണം, സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി PE/Z എടുക്കണം, ഡെഡ് ലോഡ് സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് മൊമെൻറ്റ് എടുക്കണം, ദാറ്റ് ഇസ് MD/Z. ഇത് മൂന്നും എടുക്കണം. ഫൈനൽ സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ലോസ് കൂടെ കൺസിഡർ ചെയ്ത് ഫൈനൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം compressive stress due to final pre-stressing force, stress due to eccentricity, stress due to dead load moment, stress due to live load moment, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാൻ. If you understood the method of solving, try to solve this problem. Determine the extreme fiber stresses developed at midspan section of a simply supported rectangular beam 250 by 600 mm, that is width is 250, depth is 600. Pre-stress using high tension steel wires of area 900 mm square. So the area of wires is 900 mm square. Stress to 1200 Newton per mm square. So area തന്നിട്ടുണ്ട്, സ്ട്രെസ് തന്നിട്ടുണ്ട്, നമുക്ക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കണ്ടുപിടിക്കാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ ഇസ് 150 mm ഫ്രം ദി ബോട്ടം എഡ്ജ് ഓഫ് ബീം. ദ സൂപ്പർ ഇമ്പോസ് ലോഡ് ഇസ് 15 kN per meter. ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. സ്പാൻ ഓഫ് ബീം ഇസ് 10 meter ആൻഡ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇസ് 20%. സോ ലോസ് ഓഫ് പ്രീ സ്ട്രെസ്സും തന്നിട്ടുണ്ട്. ഡ്രോ ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലോഡിങ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിലേയും കണ്ടുപിടിക്കണം, ഫൈനൽ സ്റ്റേജിലേയും കണ്ടുപിടിക്കണം. ഫൈനൽ സ്റ്റേജ് ചെയ്യുമ്പോൾ ഈ 20% ലോസും അക്കൗണ്ട് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് സൊല്യൂഷൻ ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനിഷ്യൽ സ്റ്റേജിൽ ടോപ്പ് ഫൈബർ സ്ട്രെസ് 0.6 Newton per mm square which is tensile and bottom fiber stress is 15 Newton per mm square which is compressive. അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേജ് ചെയ്യുമ്പോൾ ടോപ്പ് ഫൈബർ സ്ട്രെസ് 7.29 Newton per mm square which is compressive and bottom fiber stress 4.23 Newton per mm square which is also compressive. ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള പ്രീ സ്ട്രെസ് ബീമിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു ഐ സെക്ഷൻ്റെ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Till then, thank you.